ഹലോ ഗൈസ്, ഹാപ്പി റൈഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോണത് പോണ്ടിച്ചേരിയാണ് കേട്ടോ. പോണ്ടിച്ചേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സേലം അടുത്തെത്താറായി. ബാക്കിൽ കാണുന്നത് ചെന്നൈ ഹൈവേ ആണ്, പോണ്ടിച്ചേരി പാലക്കാട് ഹൈവേ. ഇത് നോക്കിയാൽ ഫുൾ കാക്കകൾ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് കാക്കപ്പാളയം എന്നാണ്. നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ബാക്കി പോണ്ടിച്ചേരിത്തെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ പോണ്ടിച്ചേരി. ഒറ്റ സ്ട്രെച്ചിൽ ഒരു 550-560 കിലോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് പിന്നെ പ്ലാൻ ഉള്ളത് 2 ദിവസം കഴിഞ്ഞാൽ മഹാബലിപുരം പോയി അവിടുന്ന് തിരിച്ചു വരാനാണ്. ഇതുവരെ വലിയ കുഴപ്പമില്ല, 320 കിലോമീറ്റർ ആയി. അത്യാവശ്യം നല്ല ഹൈവേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല റോഡിനും കൊണ്ട്. തമിഴ്നാടാകുമ്പോൾ പിന്നെ റോഡിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ, അടിപൊളി റോഡാണ്. പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യുന്നില്ല. ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന അമ്പലങ്ങൾ നോക്കിയേ. ഇവിടെ പിന്നെ എല്ലാ മലൻ്റെയും പൊക്കത്ത് അമ്പലങ്ങൾ ഉണ്ടാവും. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകതയാണ് അത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് നല്ല ഗോൾഡൻ കളറൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളങ്ങനെ ഇന്നലെ നൈറ്റ് പോണ്ടിച്ചേരി എത്തി. വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല മഴക്കാറും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, വണ്ടിയൊക്കെ കഴുകി വൃത്തി കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവന്നതാണ്, ഫുൾ ചളിയാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഗസ്റ്റ് ഹൗസ് കേട്ടോ, സാഗർ ഗസ്റ്റ് ഹൗസ്. ആംബിയൻസൊക്കെ രസമാണ്. റൂമിൻ്റെ ബാത്റൂം ഡോറ് ലോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. 1000 റുപ്പീസാണ് പെർ ഹെഡ് അല്ല, 2 പേർക്ക് പെർ റൂം വരുന്നത്. സോ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോണ്ടിച്ചേരി എപ്പോൾ വന്നാലും വെയിലേരിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന കേട്ടോ. ഇന്നലെ ഇവിടെ എത്തി അല്ലേ, പോണ്ടിച്ചേരി എത്താറാകുമ്പോഴാണ് മഴ തുടങ്ങിയത്. ഇതിപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. കത്തമ്മ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത് ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റും ഒരു 2 കിലോമീറ്റർ ചുറ്റിനാണ് കേട്ടോ വൈറ്റ് ടൗണും ബാക്കി ബീച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഴ ഒന്ന് വലിയ സീനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചത് ഇവിടുന്ന് കേട്ടോ. നല്ല ഇഡ്ഡലിയും ചട്നി സാധനങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. നൈസ് ഫുഡ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് ബീച്ചാണ് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വൈറ്റ് ടൗണിലോട്ട് വന്നു കേട്ടോ. ആ കാണുന്നത് ഇവിടുത്തെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ജസ്റ്റ് നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിലാണ് എത്തിയത്. അരുൾമികു വിനായകർ ദേവസ്ഥാനം. ഈ കാണുന്നതൊക്കെ ഓറോബിന്ദോ ആശ്രമിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഈ നീല ബിൽഡിങ് കാണുന്നതൊക്കെ. ഇവിടെ ഇതുപോലെ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാനൊരു പേടി കിട്ടും. അതുകൊണ്ട് ഹെൽമെറ്റ് റൂമിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ. ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ പുറത്ത് വെച്ചിട്ട് പോകാൻ ഇതേപോലെ ഒരു പേടി. ആരെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനെങ്ങനെ പറയാനാ, നിങ്ങൾക്ക് അത് നിങ്ങളുടെ സേഫ്റ്റിയാണ്. ഫൈൻ ഇടാൻ എന്തായാലും പൊങ്കൽ തൊട്ടിട്ടാണ് തുടങ്ങാനുള്ള പ്ലാനുള്ളൂ, ഫൈൻ അടിക്കല് എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റൂമിൽ കൊണ്ടുവച്ചിട്ട് സമാധാനമായിട്ട് പയ്യെ ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ട് കറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു പാൻറ്റ്യൂസ് ടോയ്ലറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നല്ലൊരു ഫോട്ടോ സ്പോട്ടും ഉണ്ട്. ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. താങ്കൾ ക്യൂവിലാണ്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന നല്ല സ്പോട്ടുകളാട്ടോ.
നമ്മളങ്ങനെ വൈറ്റ് ടൗണിൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. സൗത്ത് ഇന്ത്യൻ കിച്ചൺ. നല്ല റേറ്റിങ്ങും റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് കയറുന്നത്. എന്താ അവസ്ഥ എന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വെജ് മീൽസ് ആണ്. വെജ് മീൽസിൻ്റെ കൂടെ പിച്ചിപ്പോട്ട കോഴി വറവൽ നന്നായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോൾ കൊള്ളാം. ഈ സാധനം ഉണ്ടല്ലോ, കാരൈക്കുളമ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് നേരെ വന്നത് വാഫിൾ ഐലൻഡിലേക്കാട്ടോ. ഒരു വാഫിൾ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകിട്ട് നൈറ്റ് ആകുമ്പോൾ ഇറങ്ങിക്കേട്ടോ. എത്ര 7 മണിയാവണു. MG റോഡിലുള്ള ഇപ്പോൾ ഇവിടെ മാക്സിമം പർച്ചേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലോക്കൽ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് MG റോഡാണ്. ബാക്കി വൈറ്റ് ടൗൺ ഇതൊക്കെ ഫുള്ള് ടൂറിസ്റ്റ് മാത്രമേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ പോണ്ടി മറീനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നത് ബസിലിക്കിയ പള്ളി കേട്ടോ. അതിനെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ചർച്ചൊക്കെ കണ്ടിട്ട് നേരെ വന്നേക്കുന്നത് പോണ്ടി മറീനയിലോട്ടാണ് കേട്ടോ. പോണ്ടി മറീന ഇവിടെ എന്തൊക്കെ കുറേ അകത്ത് കയറി കഴിഞ്ഞാൽ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡ്വഞ്ചർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ബീച്ചുമാണ്. സോ നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയിട്ട് വരാം. പോണ്ടി വരുന്നവർ ഇങ്ങോട്ട് വരാൻ മിസ് ചെയ്യണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസാണ് ഇവിടെ. കളറാണ്. ന്യൂ ഇയർ, നാളെ ന്യൂ ഇയർ ആണ്. നാളെ അല്ല, മറ്റൊന്ന് ന്യൂ ഇയർ ആണ്. ഇന്ന് December 30 എന്തൊക്കെയാ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 പുറം ഫുഡ് സ്ട്രീറ്റ് പോലെ സാധനങ്ങളാട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുക. ഇതുപോലുള്ള അഡ്വഞ്ചറൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പേടിയുള്ളതുകൊണ്ടാണ് ഈ നൃത്തം. അതുകൊണ്ടാണ് ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളങ്ങനെ പോണ്ടി മറീനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ വന്ന് തിരയെണ്ണിയിട്ട് തിരിച്ച് പോണ്ടിച്ചേരിനെ പോകും. പോണ്ടിച്ചേരിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ടൗണിനെ പോകും. നൈറ്റ് അവിടെ എന്തെങ്കിലും വൈബ് പിടിക്കാച്ചിട്ടാണ്. നാളെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇന്ന് നൈറ്റ് എന്തായാലും എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ റൂമിൽ പോവുള്ളൂ. നമ്മളങ്ങനെ നേരെ വന്നേക്കണേ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും കേട്ടോ.
നൈറ്റ് മാത്രം ഓണാവുന്ന ഒരു സംഭവമാണ്. നൈറ്റ് ആണെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ചൂറോസ് അപ്പോൾ പോണ്ടിച്ചേരിത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഏകദേശം ഒരു 11:50 ആകുമ്പോഴേക്ക് ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, നമ്മളങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു 10 മണിയായി, 31-ാം തീയതി. സോ ഇവിടുന്ന് പറ്റുകയാണെങ്കിൽ ഇവിടെ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് മഹാബലിപുരം പോകും. നല്ല വെയിലുണ്ട്, എന്താ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അടുത്ത വീഡിയോ മഹാബലിപുരം വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.